നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പുടിൻ വ്യക്തമാക്കി. ഇറാനിയൻ ജനത തങ്ങളുടെ പരമാധികാരത്തിനായി ധീരമായി പോരാടുകയാണെന്നും റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു. മോസ്കോയുടെ പിന്തുണയ്ക്ക് ഇറാൻ വിദേശകാര്യമന്ത്രി നന്ദി പറഞ്ഞു. സമാധാനത്തിനായുള്ള പുതിയ നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ വച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഒമാൻ സന്ദർശനത്തിന് പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി റഷ്യയിലെത്തിയത്. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയ അരാഗ്ചി പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷ സാഹചര്യങ്ങൾ അറിയിച്ചു. ഇറാനിയൻ ജനത തങ്ങളുടെ പരമാധികാരത്തിനായി ധീരമായി പോരാടുകയാണെന്ന് പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പറഞ്ഞു. ഈ വിഷമഘട്ടം തരണം ചെയ്ത് ഇറാൻ സമാധാനം കണ്ടെത്തും. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പുടിൻ പറഞ്ഞു. മോസ്കോയുടെ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞ ഇറാൻ വിദേശകാര്യമന്ത്രി അമേരിക്കയുമായി യുദ്ധം തുടരുമെന്നും വ്യക്തമാക്കി. അതിനിടെ സമാധാനത്തിനായുള്ള പുതിയ നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ വച്ചു. മധ്യസ്ഥരായ പാകിസ്ഥാൻ വഴിയാണ് നിർദ്ദേശങ്ങൾ കൈമാറിയത്. ആദ്യം ഹോർമുസ് തുറക്കുക, ആണവ ചർച്ച പിന്നീട് എന്ന നിർദ്ദേശമാണ് ഇറാന്റേത്. ദീർഘകാലത്തേക്ക് വെടിനിർത്തൽ നീട്ടണം, അല്ലെങ്കിൽ യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. അമേരിക്ക ഇറാൻ രണ്ടാംഘട്ട സമാധാന ചർച്ചയും അനിശ്ചിതത്വത്തിലായതോടെ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വിലയുയർന്ന് ബാരലിന് $107.35 ഇന്റർനാഷണൽ ഡെസ്ക് 24. UAE-ക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണം ആസൂത്രിതമെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്. ആക്രമണം പെട്ടെന്നുണ്ടായതല്ല, GCC രാജ്യങ്ങളുടെ സഹകരണം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്നും ഗർഗാഷ് വിമർശിച്ചു. ഗൾഫ് മേഖലയിലെ സംഘർഷം താൽക്കാലികമായി അവസാനിച്ചതിന് പിന്നാലെ ഓരോ ദിവസവും UAE-യുടെ നിലപാട് വ്യക്തമാക്കുന്നത് പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷാണ്. ഇറാനെതിരെ അൻവർ ഗർഗാഷ് ഇന്നും കടുത്ത വിമർശനം ഉന്നയിച്ചു. പെട്ടെന്നുള്ള ആക്രമണമല്ല ഇറാനിൽ നിന്നുണ്ടായത്. ദീർഘനാളത്തെ പദ്ധതി പ്രാവർത്തികമാക്കുന്ന തരത്തിലായിരുന്നു ആക്രമണം. 3 കാര്യങ്ങളാണ് സംഘർഷത്തിലൂടെ വ്യക്തമായത്. ഓരോ ഗൾഫ് രാഷ്ട്രങ്ങളും തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കണം, ഗൾഫ് മേഖലയിലെ ഐക്യം ഊട്ടിയുറപ്പിക്കണം, ഒപ്പം നയങ്ങളും നിലപാടുകളും സ്വന്തം താൽപര്യപ്രകാരമാകണമെന്നും അതിൽ ബാഹ്യശക്തികളെ ഉൾപ്പെടുത്തരുതെന്നും അൻവർ ഗർഗാഷ് പറഞ്ഞു. GCC രാജ്യങ്ങളെയും അറബ് ലീഗിനെയും അദ്ദേഹം വിമർശിച്ചു. GCCയിലെ ഐക്യം ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. അറബ് ലീഗ് നേതൃത്വം പ്രതീക്ഷയ്ക്കൊത്തു പ്രവർത്തിച്ചില്ല. പരമ്പരാഗത രീതികളിൽ ഇനി ഇറാന്റെ ഭീഷണികളെ നേരിടാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുടെ ഇടപെടലുകളെ പ്രശംസിച്ചാണ് അൻവർ ഗർഗാഷ് സംസാരിച്ചത്. 24 ദുബായ്. ഗൾഫ് മേഖലയിലെ ഇറാന്റെ ആക്രമണത്തിൽ വിദ്വേഷ പ്രചാരണം നടത്തിയ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്കെതിരെ നടപടിയുമായി UAE. 100-ലധികം അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അക്കൗണ്ടുകൾക്കാണ് വിലക്കേർപ്പെടുത്തിയത്. ഗൾഫ് മേഖലയിലെ ഇറാൻ ആക്രമണത്തിൽ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി വ്യാജ വാർത്തകൾ പ്രചരിച്ചിരുന്നു. വ്യാജ വാർത്തകൾക്കപ്പുറത്തേക്ക് പിന്നീടത് വിദ്വേഷ പ്രചാരണമായി മാറി. ഭരണാധികാരികളെ കളിയാക്കിയും വർഗീയ പരാമർശങ്ങൾ ചേർത്തും നിരവധി പോസ്റ്റുകളാണ് പ്രചരിച്ചത്. ഇതിൽ 98% പോസ്റ്റുകളുടെയും ഉറവിടം ഗൾഫ് മേഖലയ്ക്ക് പുറത്തുനിന്നാണെന്ന് കണ്ടെത്തിയിരുന്നു. അത്തരത്തിലുള്ള 100-ലധികം അക്കൗണ്ടുകൾക്കാണ് വിലക്കേർപ്പെടുത്തിയത്. ഗൾഫ് ഇൻഫ്ലുവൻസേഴ്സ് ഉച്ചകോടിയിൽ UAE ഗവൺമെന്റ് മീഡിയ ഓഫീസ് ചെയർമാൻ അബ്ദുള്ള ബിൻ മുഹമ്മദ് ബിൻ ബുത്തി അൽ ഹമദ് ഇക്കാര്യം വ്യക്തമാക്കി. GCC രാജ്യങ്ങൾ ഒപ്പുവച്ചിട്ടുള്ള പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഈ അക്കൗണ്ടുകളിലൂടെ നേതാക്കളുടെ ചിത്രം ഉപയോഗിച്ച് വിദ്വേഷം പ്രചരിപ്പിച്ചെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സംഘർഷ സമയങ്ങളിൽ മാധ്യമങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ ഐക്യവും ചെറുത്തുനിൽപ്പും ആഘോഷിക്കപ്പെടണം. ചെറിയ പ്രശ്നങ്ങളെ ഊതിപ്പെരുപ്പിക്കുന്നത് ഗുണകരമാകില്ലെന്നും അബ്ദുള്ള ബിൻ മുഹമ്മദ് ബിൻ ബുത്തി അൽ ഹമദ് വ്യക്തമാക്കി. നേരത്തെ സംഘർഷ സമയത്ത് വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ചതിന് UAE-യിൽ 100ഓളം പേർ അറസ്റ്റിലായിരുന്നു. ഇവരിൽ വലിയൊരു ശതമാനവും ഇന്ത്യക്കാരാണ്. 24 ദുബായ്. സംഘർഷ സമയത്ത് ഇറാനെ പുകഴ്ത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട 69 പേരുടെ പൗരത്വം റദ്ദാക്കിയിരിക്കുന്നു ബഹ്റൈൻ. ഇറാൻ ആക്രമണത്തെയും നേതാക്കളെയും പ്രശംസിച്ചതിനാണ് നടപടി. പൊതുജനങ്ങളിൽ നിന്ന് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി സ്വീകരിച്ചത്. ദേശീയ സുരക്ഷയ്ക്ക് എതിരാകുന്ന തരത്തിൽ ഇവർ ഇടപെടൽ നടത്തിയതായി കണ്ടെത്തിയിട്ടുമുണ്ട്. സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നിരീക്ഷിക്കുന്നത് തുടരുമെന്ന് പ്രതിരോധ വകുപ്പ് അറിയിച്ചു.
മറ്റു റിപ്പോർട്ടുകളിലേക്കാണ്. വരും വർഷങ്ങളിൽ ഹജ്ജ് തീർത്ഥാടനം വസന്തകാലത്തായിരിക്കുമെന്ന് സൗദിയിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കഠിനമായ വേനൽക്കാലത്തെ ഹജ്ജ് സീസണുകൾക്ക് താൽക്കാലിക വിരാമമായതോടെ തീർത്ഥാടകർക്ക് വലിയ ആശ്വാസമാണ് ലഭിക്കുന്നത്. തീർത്ഥാടകർ പാലിക്കേണ്ട പുതിയ ആരോഗ്യ നിർദ്ദേശങ്ങളും അധികൃതർ പുറപ്പെടുവിച്ചു. അടുത്ത 8 വർഷത്തേക്ക് ഹജ്ജ് കർമ്മം വസന്തകാലത്തായിരിക്കും നടക്കുക എന്നാണ് സൗദി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഹജ്ജ് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ വാർത്തയാണിത്. വർഷങ്ങളായി അനുഭവപ്പെടുന്ന കഠിനമായ വേനൽക്കാല ഹജ്ജ് അവസാനിക്കുകയാണ്. ഇനി 25 വർഷങ്ങൾക്ക് ശേഷമേ ഹജ്ജ് വേനൽക്കാലത്തിന്റെ കഠിനമായ ചൂടിലേക്ക് മടങ്ങിയെത്തുകയുള്ളൂ എന്ന് കേന്ദ്രം അറിയിച്ചു. കാലാവസ്ഥാ മാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ തീർത്ഥാടകരുടെ സുരക്ഷയും സന്നദ്ധതയും ഉറപ്പാക്കാൻ മെയ് 6 പ്രത്യേക ശില്പശാല സംഘടിപ്പിക്കും. വിശുദ്ധ മണ്ണിലെ കാലാവസ്ഥാ റെക്കോർഡുകൾ വിലയിരുത്തി ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുകയാണ് ലക്ഷ്യം. ഇതിനോടൊപ്പം ആരോഗ്യ മന്ത്രാലയം കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഹജ്ജിനെത്തുന്നവർ മെനിഞ്ചൈറ്റിസ് വാക്സിൻ എടുത്തിരിക്കണം. കഴിഞ്ഞ 5 വർഷത്തിനിടെ വാക്സിൻ എടുക്കാത്തവർ ഇത് നിർബന്ധമായും പൂർത്തിയാക്കണം. കൂടാതെ സീസണൽ ഇൻഫ്ലുവൻസ വാക്സിനും ആരോഗ്യ മന്ത്രാലയം ശുപാർശ ചെയ്യുന്നുണ്ട്. അതേസമയം ആഭ്യന്തര തീർത്ഥാടകർക്ക് സേവനം നൽകുന്നതിനായി 73 അംഗീകൃത കമ്പനികളുടെ പട്ടിക ഹജ്ജ് ഉംറ മന്ത്രാലയം പുറത്തുവിട്ടു. തെരഞ്ഞെടുക്കപ്പെട്ട ഈ 73 കമ്പനികളും മന്ത്രാലയം നിശ്ചയിച്ച കർശനമായ ഗുണനിലവാര പരിശോധനകൾ പൂർത്തിയാക്കിയവരാണ്. തീർത്ഥാടകരുടെ താമസം, യാത്ര, ഭക്ഷണം തുടങ്ങി എല്ലാ പ്രധാന ആവശ്യങ്ങളും ഈ കമ്പനികൾ വഴി ലഭ്യമാകും. ജലീൽ കണമകലം, 24 ജിദ്ദ. സൗദി അറേബ്യയിൽ ട്രാഫിക് നിയമലംഘകർക്കെതിരെ നടപടി കർശനമാക്കുന്നു. പുതിയ ഭേദഗതി പ്രകാരം നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്നവരെ കോടതിയിലേക്ക് അയക്കാനാണ് തീരുമാനം. 20ഓളം ഗുരുതരമായ നിയമലംഘനങ്ങൾക്കെതിരെ കടുത്ത നടപടികൾ ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ട് പബ്ലിക് സെക്യൂരിറ്റി പുറത്തുവിട്ടു. സൗദിയിൽ റോഡുകളെ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനായി ട്രാഫിക് നിയമങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരികയാണ്. ട്രാഫിക് നിയമത്തിലെ 74ാം വകുപ്പ് ഭേദഗതി ചെയ്തുകൊണ്ട് പബ്ലിക് സെക്യൂരിറ്റിയാണ് പുതിയ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത്. പൊതുസുരക്ഷയെ ബാധിക്കുന്ന 20ഓളം നിയമലംഘനങ്ങൾക്ക് ഇനി കടുത്ത ശിക്ഷാ നടപടികളുണ്ടാകും. പുതിയ ഭേദഗതി പ്രകാരം 1 വർഷത്തിനുള്ളിൽ ഒരേ നിയമലംഘനം 2ാം തവണയും ആവർത്തിച്ചാൽ പിഴത്തുക അതിന്റെ പരമാവധി പരിധിയിലേക്ക് ഉയർത്തും. എന്നാൽ 3ാം തവണയും നിയമലംഘനം തുടർന്നാൽ 30 ദിവസത്തിനുള്ളിൽ കേസ് കോടതിയിലേക്ക് കൈമാറും. കുറ്റവാളികളുടെ വിവരങ്ങൾക്കൊപ്പം നിയമലംഘനം നടത്തുന്ന സ്ഥലം, സമയം, തീയതി എന്നിവയുൾപ്പെടെയുള്ള കൃത്യമായ തെളിവുകളും കോടതിയിൽ ഹാജരാക്കും. അമിത വേഗതയാണ് പട്ടികയിൽ ഒന്നാമതായി ഉള്ളത്. പരമാവധി വേഗത 120 കിലോമീറ്റർ ആയ റോഡുകളിൽ 50 കിലോമീറ്ററിൽ കൂടുതൽ വേഗത്തിൽ പോകുന്നതും 140 കിലോമീറ്റർ വേഗത നിശ്ചയിച്ച റോഡുകളിൽ 30 കിലോമീറ്ററിൽ കൂടുതൽ വേഗത്തിൽ പോകുന്നതും ഗുരുതരമായ കുറ്റമാണ്. ലഹരിമരുന്നോ മദ്യമോ ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ്, റെഡ് സിഗ്നൽ ലംഘനം, വൺ വേ തെറ്റിക്കൽ, വാഹനങ്ങൾക്കിടയിലൂടെ അപകടകരമായ രീതിയിൽ ഓടിക്കൽ എന്നിവക്കും ഇനി കടുത്ത ശിക്ഷ ലഭിക്കും. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം മറികടന്ന് മുന്നോട്ടു പോകുക, ചെക്ക് പോസ്റ്റുകളിൽ നിർത്താതെ പോകുക, സ്കൂൾ ബസ്സുകൾ വിദ്യാർത്ഥികളെ കയറ്റുന്നതിനായി നിർത്തുമ്പോൾ ഓവർടേക്ക് ചെയ്യുക എന്നിവയും ശിക്ഷാർഹമാണ്. ഡ്രൈവിംഗിനിടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും വളവുകളിലും കുന്നുകളിലും വെച്ച് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും ഗൌരവകരമായി കാണും. അനുമതിയില്ലാതെ സംഘം ചേർന്ന് വാഹനമോടിക്കുന്നതും റോഡ് റേസിംഗും കുറ്റകരമാണ്. റോഡിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന വിധം സാധനങ്ങൾ ഇടുന്നതും മൃഗങ്ങളെ റോഡുകളിൽ അശ്രദ്ധമായി അഴിച്ചുവിടുന്നതും ശിക്ഷാർഹമാണ്. മനുഷ്യജീവനും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും സംരക്ഷിക്കുക എന്നതാണ് ഈ കർശനമായ നിയമപരിഷ്കാരങ്ങളിലൂടെ സൗദി ഭരണകൂടം ലക്ഷ്യമിടുന്നത്. 24 ജിദ്ദ. ദുബായിൽ ഇ സ്കൂട്ടറുകളും സൈക്കിളുകളും നിരീക്ഷിക്കാൻ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചു. മെയ് 1 മുതൽ പ്രത്യേക പോലീസ് യൂണിറ്റുകൾ നിരീക്ഷണം നടത്തും. അപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഈ സ്കൂട്ടറുകളും സൈക്കിളുകളും ഉണ്ടാക്കുന്ന അപകടം ദുബായിൽ ദിനംപ്രതി വർദ്ധിക്കുകയാണ്. കുട്ടികൾ നിയന്ത്രണമില്ലാതെ ഇവ ഉപയോഗിക്കുന്നതാണ് അപകടത്തിന്റെ പ്രധാന കാരണം. അപകടങ്ങൾ കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ട മെയ് 1 മുതൽ പ്രത്യേക പോലീസ് യൂണിറ്റുകൾ പട്രോളിംഗ് നടത്തും. സൈക്കിൾ ട്രാക്കുകൾ, പ്രധാന റോഡുകൾ എന്നിവ കേന്ദ്രീകരിച്ചാകും പരിശോധന. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരുടെ റോഡിലെ പെരുമാറ്റം സസൂക്ഷ്മം നിരീക്ഷിക്കും. ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നില്ലെന്ന് കണ്ടാൽ ഉടനടി നടപടിയുണ്ടാകും. നിശ്ചിത ട്രാക്കുകൾക്ക് പുറമെ വാഹനമോടിക്കുക, അമിത വേഗത, ഹെൽമറ്റും മറ്റ് സുരക്ഷാ ഉപകരണങ്ങളും ഉപയോഗിക്കാതിരിക്കുക, അലക്ഷ്യമായി വാഹനമോടിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് പിടിവീഴും. ആദ്യഘട്ടത്തിൽ പിഴ നൽകും. വീണ്ടും നിയമലംഘനം നടത്തിയാൽ വാഹനം പിടിച്ചെടുത്ത് ലേലം ചെയ്യും. ജുമൈറ ബീച്ച് ട്രാക്ക്, മുഹമ്മദ് ബിൻ റാഷിദ് ബൊളേവാർഡ്, ദുബായ് വാട്ടർ കനാൽ, ബിസിനസ് ബേ, ദുബായ് മറീന തുടങ്ങിയ സ്ഥലങ്ങളിൽ
നിരീക്ഷണം ശക്തമാക്കും. യാത്രക്കാരുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് പുതിയ നീക്കമെന്ന് മേജർ ജനറൽ സെയ്ഫ് മുഹൈർ അൽ മർസൂയി പറഞ്ഞു. 24 ദുബായ്. നടനും റിയാലിറ്റി ഷോ താരവുമായ ഷിയാസ് കരീമിനെതിരെ പോലീസ് കേസെടുത്തു. സ്ത്രീത്വത്തെ അപമാനിച്ചതിനും സാമ്പത്തിക വഞ്ചനയ്ക്കും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസെടുത്തത്. കേസ് കോഴിക്കോട് പോലീസിന് കൈമാറും. പ്രവാസി വ്യവസായിയായ യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പ്രണയം നടിച്ച് 65 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നായിരുന്നു യുവതിയുടെ പരാതി. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ സംരംഭമായ ലുലു ലോട്ടിലെ ജീവനക്കാർക്കായി ജിദ്ദയിൽ അബീർ മെഡിക്കൽ സെന്റർ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ നടന്ന വിവിധ ആരോഗ്യ പരിശോധനകൾക്കും മെഡിക്കൽ സ്ക്രീനിംഗിനും ഡോക്ടർ അസ്മയും സംഘവും നേതൃത്വം നൽകി. മാർക്കറ്റിംഗ് മാനേജർ സിദ്ദിഖ്, എക്സിക്യൂട്ടീവ് ഷെഫീഖ് കുഞ്ഞാലി, മുഹമ്മദ് ഹാദി, ഷാനി, ലുലു മർവ, ജനറൽ മാനേജർ മുഹമ്മദ് ജാവേദ്, ലോട്ട് മാനേജർ സലാഹുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. അഹല്യ ഫിൻഫോറക്സും കേരള പോലീസ് അസോസിയേഷൻ കൊച്ചി സിറ്റി ജില്ലാ കമ്മിറ്റിയും ചേർന്ന് എറണാകുളം നഗരത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കായി സൺഗ്ലാസും ആംസ്ലീവുകളും വിതരണം ചെയ്തു. ജില്ലാ ട്രെയിനിംഗ് സെന്റർ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അഹല്യ ഫിൻഫോറക്സ് മാനേജിംഗ് ഡയറക്ടർ എൻ ഭുവനേന്ദ്രൻ, സിഇഒ മനോജ് ടോംസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിൽ ആദ്യമായി എയർ ആംബുലൻസ് വഴി ഹൃദയമെത്തിച്ച് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മാത്യു അച്ചാടൻ അന്തരിച്ചു. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. തൃശൂർ ചാലക്കുടി സ്വദേശിയായ മാത്യു അച്ചാടന് 2015 ജൂലൈ 24-നാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഹൃദയപേശികൾ ദുർബലമാവുകയും രക്തം പമ്പ് ചെയ്യാനുള്ള ശേഷി കുറയുകയും ചെയ്യുന്ന രോഗമായിരുന്നു മാത്യു അച്ചാടനെ ബാധിച്ചത്. തുടർന്ന് 2015-ൽ മാത്യുവിനെ ലിസി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആഴ്ചകളോളം നീണ്ട പരിശോധനകൾക്കും ചികിത്സയ്ക്കും ശേഷം അച്ചാടന്റെ അവസ്ഥ മാറ്റമില്ലാതെ വന്നതോടെ ഹൃദയം മാറ്റിവെക്കൽ മാത്രമാണ് ഏക പോംവഴിയെന്ന് വ്യക്തമായി. ഇതിനിടെയാണ് തിരുവനന്തപുരത്ത് മസ്തിഷ്കാഘാതം മൂലം മരണം സംഭവിച്ച നീലകണ്ഠ ശർമ്മ എന്ന യുവ അഭിഭാഷകന്റെ ഹൃദയം ലഭ്യമാണെന്നറിഞ്ഞത്. തുടർന്ന് പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനും എറണാകുളം ലിസി ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാർഡിയാക് സർജറി വിഭാഗം മേധാവിയുമായിരുന്ന ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നീക്കി. MLA ആയിരുന്ന ഹൈബി ഈഡൻ വഴി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ബന്ധപ്പെടുകയും ജില്ലാ കളക്ടറുടെയും നേവി ഉദ്യോഗസ്ഥരുടെയും ഏകോപനത്തിലൂടെ അനുയോജ്യമായ വിമാനം ക്രമീകരിക്കുകയും ചെയ്തു. 35 മിനിറ്റ് കൊണ്ട് ഹൃദയം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലെത്തിച്ച് ശസ്ത്രക്രിയ പൂർത്തിയാക്കി. വർഷങ്ങൾക്കിപ്പുറം ഭാര്യയോടും 2 മക്കളോടുമൊപ്പം സന്തോഷകരമായ ജീവിതം നയിച്ചു വരവെയാണ് ഹൃദയാഘാതത്തെ തുടർന്നുള്ള മാത്യു അച്ചാടന്റെ വേർപാട്. റിസർച്ച് ഡെസ്ക് 24. 2015-ൽ സംസ്ഥാനത്ത് ആദ്യമായി വ്യോമമാർഗം ഹൃദയം എത്തിച്ച് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മാത്യു അച്ചാടന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം അനുശോചനം രേഖപ്പെടുത്തി. ഇത്രയും വർഷം അദ്ദേഹം വളരെ ആരോഗ്യവാനായി ജീവിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമാണ്. തീർച്ചയായിട്ടും ദുഃഖമുണ്ട്. അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിതമായ വിയോഗത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും വളരെ ദുഃഖമുണ്ട്. കഴിഞ്ഞ മാർച്ചിലാണ് അദ്ദേഹം ലിസി ഹോസ്പിറ്റലിൽ വരികയും പരിശോധനകളെല്ലാം ഹൃദയത്തിൻ്റെ പമ്പിങ് നോർമലായിരുന്നു, കൊറോണറി ആൻജിയോഗ്രാം നോർമലായിരുന്നു, അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള എല്ലാ പാരാമീറ്റേഴ്സും നോർമലായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും വളരെയധികം വർഷങ്ങൾ അദ്ദേഹം മുന്നോട്ട് ആരോഗ്യത്തോടെ പോകുമെന്നായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തിൻ്റെയോടൊപ്പം പ്രവർത്തിച്ച എല്ലാവർക്കും ഞങ്ങളുടെ അനുശോചനം രേഖപ്പെടുത്തുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി മുസ്ലിം ലീഗ്. ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ച 51 വീടുകളുടെ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നു. ചടങ്ങിൽ പങ്കെടുക്കാൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളും എത്തി. ഇനി 54 വീടുകൾ കൂടി പൂർത്തീകരിക്കാനുണ്ടെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ലീഗ് ദുരന്തബാധിതർക്കുള്ള വീടുകൾ കൈമാറിയത് ഫെബ്രുവരി 28-ന്. 1.5 മാസത്തിന് ശേഷം ഗൃഹപ്രവേശന ചടങ്ങ്. വ്യത്യസ്ത മതവിഭാഗങ്ങളിലുള്ളവർ അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള ചടങ്ങുകൾ നടത്തി വീടുകളിലേക്ക്. അയ്യോ, വളരെ സന്തോഷം. നമ്മൾ എല്ലാ അതിഥികളാണല്ലോ എല്ലാവരും നമ്മളെ വീട്ടിലേക്ക് വന്നതിന് വളരെ സന്തോഷം. അയ്യോ, നമുക്ക് നമ്മൾ പഴയ ആൾക്കാർ, ഞങ്ങൾ അയൽവാസിക്കാർ കുറേ ആൾ നഷ്ടപ്പെട്ടു. നമുക്ക് അവരൊക്കെ ഈ സന്ദർഭത്തിൽ എന്തായാലും ഓർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അഭിമാന നിമിഷമെന്ന യൂത്ത് ലീഗ്. ഇത്രയധികം സന്തോഷം, അഭിമാനവും തോന്നിയ ഒരു നിമിഷം ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് അവർ ആ സന്തോഷത്തിൽ അവർ ആ വീടുകളിൽ താമസമാക്കുന്നത് നേരിട്ട് കാണുമ്പോഴുണ്ടാകുന്ന ഒരു ആത്മനിർവൃതി എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ
ഞങ്ങളെല്ലാവരുടെയും മനസ്സിലുണ്ട്. ലീഗ് നേതാക്കളായ ജയന്തി രാജനും അടുത്തിടെ ലീഗിൽ ചേർന്ന സോപാന സംഗീതജ്ഞൻ ഞെരളത്ത് ഹരിഗോവിന്ദനും വീടുകൾ സന്ദർശിച്ചു. മനുജ സാധ്യങ്ങളൊക്കെയും വിളയുവാൻ അയൽ ഹൃദയങ്ങളൊക്കെയും കവരണം. മനുജ സാധ്യങ്ങളൊക്കെയും വിളയുവാൻ അയൽ ഹൃദയങ്ങളൊക്കെയും കവരണം. രണ്ടാം ഘട്ടത്തിലെ വീടുകൾ ഉടൻ പൂർത്തിയാകുമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇപ്പോൾ 51 വീടുകളുടെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനി ബാക്കി 54 വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് മെയ് മാസത്തോടു കൂടി ഞങ്ങൾക്ക് അത് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവരുടെ ഗൃഹപ്രവേശമാണ് ഇന്ന്. അപ്പോൾ ആ ഒരു സന്തോഷം പങ്കുവെക്കാനാണ് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത്. 24 വയനാട്. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, വയനാട് ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഇന്നും നാളെയും യെല്ലോ അലർട്ടായിരുന്നു. കണ്ണൂർ, പത്തനംതിട്ട, പാലക്കാട്, തൃശൂർ എന്നിവിടങ്ങളിൽ ആളുകൾക്ക് സൂര്യാതപമേറ്റു. ചൂടിന് ആശ്വാസമായി മറ്റന്നാൾ മുതൽ വേനൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. പാലക്കാട് വീണ്ടും ചൂടുകൂടി 40.1 ഡിഗ്രി സെൽഷ്യസിലെത്തി. കൊല്ലത്ത് 39.5 ഡിഗ്രി സെൽഷ്യസാണ് ഇന്നത്തെ താപനില. 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് എല്ലാ ജില്ലകളിലും കൂടാനും സാധ്യതയുണ്ട്. താപനില ഉയരുന്നതും അന്തരീക്ഷ ഈർപ്പവും മൂലം അത്യുഷ്ണം അനുഭവപ്പെടുകയും ഉഷ്ണതരംഗ സമാന സാഹചര്യമുണ്ടാവുകയും ചെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പകൽ 11 മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ ശരീരത്തിൽ വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട്. തുടർച്ചയായി കൂടുതൽ അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും കാരണമായേക്കും. സംസ്ഥാനത്ത് 29 മുതൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും 30-ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മെയ് 1-ന് പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. അതിനിടെ സംസ്ഥാനത്ത് ഇന്ന് 4 പേർക്ക് കൂടി സൂര്യാതപമേറ്റു. പാലക്കാട് ഓട്ടോറിക്ഷ തൊഴിലാളിക്കും പത്തനംതിട്ടയിൽ 29-കാരിക്കും പൊള്ളലേറ്റു. കണ്ണൂരിൽ ഓവർസിയർക്കും തൃശൂരിൽ കോർപ്പറേഷൻ കൗൺസിലർക്കും പൊള്ളലേറ്റിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ശക്തമായ പൊടിക്കാറ്റ്, ഇടിമിന്നലിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകി. ആശുപത്രികളിൽ സൂര്യാഘാത ചികിത്സാ സംവിധാനങ്ങൾ ഉറപ്പാക്കണമെന്നും ജനങ്ങൾക്ക് സമയബന്ധിതമായി മുന്നറിയിപ്പുകൾ നൽകണമെന്നും കേന്ദ്ര നിർദ്ദേശമുണ്ട്. കൊടും ചൂടിൽ ജനം വിയർത്തൊലിക്കുന്നതിനിടെ പ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണവുമായി KSEB. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നിയന്ത്രണം വേണ്ടിവരുമെന്നാണ് അറിയിപ്പ്. വൈദ്യുതി ബിൽ കൂടുമോ എന്ന് ഇപ്പോൾ ഉറപ്പ് പറയാനാകില്ലെന്നാണ് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി പ്രതികരിച്ചത്. വൈദ്യുതി മുടക്കത്തിനെതിരെ KSEB ഓഫീസുകളിൽ പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധിച്ചു. കനത്ത വേനലിൽ പലയിടത്തും അപ്രഖ്യാപിത പവർകട്ട് വൻ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചതോടെയാണ് KSEB വൈദ്യുതി നിയന്ത്രണം പ്രഖ്യാപിച്ചത്. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിലാണ് നിയന്ത്രണം. വൈദ്യുതി നിയന്ത്രണം SMS വഴി മുൻകൂട്ടി അറിയിക്കും. പ്രതിസന്ധി നേരിടാൻ മുന്നൊരുക്കമുണ്ടായില്ല എന്ന റെഗുലേറ്ററി കമ്മീഷന്റെ വിമർശനം പരിശോധിക്കുമെന്നും വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഒരു ട്രാൻസ്ഫറിന്റെ കീഴിൽ ആ കപ്പാസിറ്റിയിൽ വെച്ച് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ട്രിപ്പായി വരികയാണ്. ലോഡ് ഷെഡിംഗ് അല്ല. ഇന്നലെ 250 മെഗാവാട്ട് കിട്ടിയതോടുകൂടി നമുക്ക് ലോഡ് ഷെഡിംഗ്. ഇക്കഴിഞ്ഞ രാത്രിയിൽ പലയിടത്തും അപ്രഖ്യാപിത പവർകട്ടുണ്ടായി. രാത്രി ഉറങ്ങാനാകാതെ ജനങ്ങൾ വലഞ്ഞു. യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷനും തരാതെയാണ് കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രി 11 മണിക്ക് കറണ്ട് പോയി. ഇന്നലെ രാത്രി 1:30ക്കാണ് കറണ്ട് വന്നിരിക്കുന്നത്. നല്ല ഉറക്കം പിടിക്കുന്ന സമയത്ത് പുറത്തു വന്നിരുന്നിട്ട് KSEB-ക്കാരെ വിളിക്കുന്ന സമയത്ത് അവർ ഫോൺ എടുക്കുന്നില്ല. ആലപ്പുഴ നഗരസഭയിലെ വൈദ്യുതി തടസ്സത്തിൽ KSEB ഓഫീസിൽ നഗരസഭാ അധ്യക്ഷയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. അപ്രഖ്യാപിത പവർകട്ടിൽ ചൂട്ടും വിഷറിയും പായയുമായി കൊല്ലം ഓലയിൽ KSEB ഓഫീസിലെത്തി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. 24 തിരുവനന്തപുരം. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.